ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ജർമ്മൻ യൂണിഫിക്കേഷനാണ്. അതായത് 10ാം ക്ലാസ് CBSEക്ക് ചാപ്റ്റർ 1 നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. അതേമാതിരി യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ, ഇത് മൂന്നും ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കോർ ടോപ്പിക്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനിയാണ്. എന്താണ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി? സ്റ്റാർട്ടിങ് ഓഫ് 1800 കാലഘട്ടത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ജർമ്മനിയിലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരിൽ നാഷണലിസ്റ്റ് ഫീലിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു വന്നു. അപ്പോൾ ഈ 1800 നാഷണലിസ്റ്റ് ഫീലിംഗ് ജർമ്മനിയിൽ വളരെ, അതായത് ജർമ്മനിയിലെ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ നാഷണലിസ്റ്റ് ഫീലിംഗ് വളരെ എന്തായി വന്നു, വളരെ സ്ട്രോങ് ആയിട്ട് വന്നു 1800 കാലഘട്ടത്തിൽ. അങ്ങനെ നിൽക്കുമ്പോഴാണ് വിയന്ന കോൺഗ്രസ് നടക്കുന്നത്. എന്താണ് ഈ വിയന്ന കോൺഗ്രസ്? വിയന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രിട്ടൻ, റഷ്യ, പേർഷ്യ എന്നീ രാജ്യങ്ങൾ, അതായത് ഓസ്ട്രിയ എന്നീ 4 രാജ്യങ്ങളും കൂടി നെപ്പോളിയനെ എതിരെ നടന്നൊരു വാറാണ് വിയന്ന കോൺഗ്രസ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് 1815 വിയന്ന കോൺഗ്രസ് നടക്കുന്നത്. എന്താണ് ഈ വിയന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ? ഈ നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ ഒരു സ്ട്രോങ് റൂളറാണ് നെപ്പോളിയൻ. ഈ നെപ്പോളിയനെതിരെ ബ്രിട്ടൻ, റഷ്യ, പേർഷ്യ, ഓസ്ട്രിയ, അതായത് ബ്രിട്ടനും പേർഷ്യ, ഓസ്ട്രിയ, റഷ്യ എന്നീ രാജ്യങ്ങൾ എല്ലാം കൂടി നമ്മുടെ നെപ്പോളിയനെതിരെ നടത്തിയൊരു യുദ്ധമാണ് നെപ്പോളിയനെതിരെ ഒരു വാർ നടത്തിയിരുന്നു. അങ്ങനെ ഇവർ ഈ നെപ്പോളിയനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഇവർ നടത്തിയൊരു മീറ്റിംഗ് ആയിരുന്നു 1815 വിയന്ന കോൺഗ്രസ് ഓഫ് മീറ്റിംഗ്. ഇതിൻ്റെ നേതൃത്വം കൊടുത്തത്, അതായത് ഇതിൻ്റെ ലീഡർ ആരെന്ന് ചോദിച്ചാൽ ഡ്യൂക്ക് മെട്രിച്ച് ആണ് ഇതിൻ്റെ ലീഡർ. അങ്ങനെ ഈ വിയന്ന കോൺഗ്രസ് നടന്നു. വിയന്ന കോൺഗ്രസ് നടക്കുന്ന ടൈമിന് ഈ ജർമ്മനി 31 സ്റ്റേറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. 39 സ്റ്റേറ്റ് ഉണ്ടായിരുന്നു ജർമ്മനിയിൽ. ഈ ജർമ്മനിൻ്റെ യൂണിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ജർമ്മനിൻ്റെ യൂണിഫിക്കേഷന് നേതൃത്വം കൊടുത്ത, അതായത് ലീഡർഷിപ്പ് വഹിച്ച ഒരു വ്യക്തിയാണ് ഓട്ടോമൻ ബിസ്മാർക്ക് എന്ന് പറയുന്നത്. അതായത് അന്നത്തെ പേർഷ്യൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഓട്ടോമൻ ബിസ്മാർക്ക്. ഈ ഓട്ടോമൻ ബിസ്മാർക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്കിടെക്ട് ഓഫ് ജർമ്മൻ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഓട്ടോമൻ ബിസ്മാർക്കാണ് പെർഷ്യ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർമാരായിരുന്നു ഓട്ടോമൻ ബിസ്മാർക്കായിരുന്നു. ഈ ജർമ്മൻ യൂണിഫിക്കേഷൻ എങ്ങനെ എൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവർ 3 വാർ നടത്തി. ആരൊക്കെ ആയിട്ട്? ഒന്ന് ഓസ്ട്രിയ ആയിട്ട് നടത്തി, ഡെൻമാർക്കായിട്ട് നടത്തി, ഫ്രാൻസ് ആയിട്ട് നടത്തി. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു? ഇത് പേർഷ്യയുടെ വിജയമായിരുന്നു. അങ്ങനെ പേർഷ്യ ഈ 3 വാറിലും വിജയിച്ചു. അങ്ങനെ ജർമ്മനി ഒരു യൂണിഫൈഡ് ആയിട്ടുള്ളൊരു എംപയറായി മാറി. അങ്ങനെ നിൽക്കുമ്പോൾ 1871 പേർഷ്യൻ കിങ് ആയ വില്യം വണ്ണ് ജർമ്മനിയെ എന്താക്കി പ്രഖ്യാപിച്ചു? ഒരു യൂണിഫൈഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിട്ട്, അതായത് ജർമ്മനിയെ ഒരു ജർമ്മൻ എംപയറായിട്ട് പ്രഖ്യാപിച്ചു? വില്യം വൺ എന്ന് പറഞ്ഞ പേർഷ്യയുടെ അന്നത്തെ രാജാവ് പ്രഖ്യാപിച്ചു. അത് ഏത് സ്ഥലത്ത് വെച്ച മീറ്റിങ്ങിലായിരുന്നു പ്രഖ്യാപിച്ച? വേഴ്സാലിസ് എന്ന സ്ഥലത്ത് വെച്ച മീറ്റിങ്ങിൽ 1871 പേർഷ്യൻ കിങ് വില്യം വണ്ണ് ജർമ്മനിയെ ഒരു എംപയറായിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു.